ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വയർ ജോയിൻറ്റ് ആൻഡ് ക്രിമ്പിങ്. വയർ ജോയിൻറ്റുകൾ നമുക്ക് പ്രാക്ടിക്കലി കുറേ ചെയ്ത് പഠിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ക്രിമ്പിങ് എന്താണെന്ന്, പിന്നെ ഒബ്ജക്റ്റീവ്സ്, സ്റ്റേ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയർ ജോയിൻറ്റ്സ് ആൻഡ് ദെയർ യൂസസ്. ഡിഫറെൻറ്റ് ടൈപ്പ് വയർ ജോയിൻറ്റുകൾ, അതിൻ്റെ ഉപയോഗങ്ങൾ. ലിസ്റ്റ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെർമിനേഷൻ. ഒരു വയർ ടെർമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കൽ. നമ്മൾ ഒരു പ്ലഗ് പോയിൻറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് അവസാനിപ്പിക്കണം. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് എങ്ങനെയൊക്കെ നമുക്ക് ടെർമിനേഷൻ ചെയ്യാം. അപ്പോൾ ഡിസ്ക്രൈബ് ദി പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻ ഓഫ് ക്രിമ്പിംഗ് ടൂൾ. ക്രിമ്പിംഗ് ചെയ്യാനുള്ള ടൂളും അത് എങ്ങനെ ചെയ്യാം, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ വയർ ജോയിൻ്റ് ആണ്. ഡെഫിനിഷൻ ഓഫ് ജോയിൻറ്റ്. എ ജോയിൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ മീൻസ് കണക്റ്റിംഗ് ഓർ ടൈയിങ് ഓർ ഇൻ്റർലൈയിങ് ടുഗദർ ഓഫ് ടു ഓർ മോർ കണ്ടക്ടേഴ്സ് such that the union or junction becomes secured both electrically and mechanically. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ വയറുകൾ പരസ്പരം കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടൈ ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റർലൈ ചെയ്യുക. എന്തിനു വേണ്ടി? സെക്യൂർഡ് ഇലക്ട്രിക്കലി ആയിട്ടും മെക്കാനിക്കലി എന്ത് ചെയ്യണം, നമുക്ക് സെക്യൂർ ആയിട്ട് അതിലൂടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവണം, മെക്കാനിക്കലി അത് സ്ട്രോങ്ങും ആണ്. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രിക്കൽ ജോയിൻറ്റ് കണ്ടക്ടർ ഒന്നോ രണ്ടോ അതിലധികമോ കണ്ടക്ടറുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുക. ഈ ടൈപ്സ് ഓഫ് ജോയിൻറ്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നാണ്. ഇലക്ട്രിക്കൽ വർക്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ജോയിൻറ്റുകളുണ്ട്. അതാണ് ഓരോ ആവശ്യത്തിനനുസരിച്ചാണ് ഓരോ ജോയിൻറ്റുകൾ ഓരോ ടൈപ്പ് ഉള്ളത്. ഈ ജോയിൻറ്റുകൾ ഏത് ജോയിൻറ്റ് തീരുമാനിക്കണം എന്നുള്ളത് നമ്മൾ ഏത് വർക്ക് എടുക്കുന്നത്, എന്ത് ടൈപ്പ് വർക്കാണെന്നുള്ളതിനനുസരിച്ചാണ്. ചില ജോയിൻറ്റുകൾ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ള ജോയിൻറ്റുകളായിരിക്കും. പക്ഷേ അതിന് എന്ത് ആവശ്യം വരില്ല, മെക്കാനിക്കലി സ്ട്രോങ് ആയിക്കൊള്ളണം എന്നില്ല. ഇങ്ങനത്തെ ജോയിൻറ്റുകളുണ്ട്. ഉദാഹരണത്തിന് ജോയിൻറ്റ്സ് മെയ്ഡ് ഇൻ ജംഗ്ഷൻ ബോക്സ്. നമ്മൾ ജംഗ്ഷൻ വയറിങ് ചെയ്യുമ്പോൾ ജംഗ്ഷൻ ബോക്സിലുള്ള ജോയിൻറ്റുകൾ, അതേപോലെ കോൺഡ്യൂട്ട് ആക്സസറീസ്, നമ്മൾ പൈപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിനുള്ളിലൂടെ വലിക്കുന്നത്. അതിലെന്ത് വേണ്ട, മെക്കാനിക്കലി സ്ട്രോങ് ആവണ്ട. കാരണം എന്താ, അതിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് എന്താണ്, നമുക്ക് മെക്കാനിക്കലി സ്ട്രോങ് ആവേണ്ട ആവശ്യമില്ല. ഇനി വേറെ സ്ഥലങ്ങളിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടതുണ്ടാവും. ഇപ്പോൾ ഓവർ ഹെഡ് ലൈനിൽ നമ്മൾ റോഡിലൂടെയൊക്കെ പോകുന്ന ലൈനുകളുണ്ട് അല്ലെ, ഓവർ ഹെഡ് ലൈന്. അതിനെന്ത് വേണ്ടി വരും, നമുക്കതിൽ ജംഗ്ഷൻ ബോക്സോ ഇതൊന്നും ഇല്ലാതെ എന്താണ് കണ്ടക്ടർ നേരിട്ട് വലിച്ചു കണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, മെക്കാനിക്കലി സ്ട്രെങ്ത്തും അതേപോലെ ഇലക്ട്രിക്കലി രണ്ടും വേണ്ടി വരും. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മാത്രം പോരാ, എന്നാലോ മെക്കാനിക്കലി സ്ട്രോങ് കൂടി ആവേണ്ടി വരും. അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള മെക്കാനിക്കലി സ്ട്രോങ് കൂടിയത് വേണ്ടി വരും. അതിൻ്റെ വെയിറ്റ്, അതേപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്ത്, ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ട മെക്കാനിക്കൽ സ്ട്രെങ്ത്തും കൂടി വേണ്ട ജോയിൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ എന്താണ്, ഇങ്ങനെ രണ്ട് ടൈപ്പ് ജോയിൻറ്റുകൾ ഉണ്ടാവും. അത് ഏത് ആവശ്യമാണോ അതിനനുസരിച്ചാണ് നമ്മൾ ജോയിൻറ്റുകൾ തിരഞ്ഞെടുക്കുന്നത്, ഏത് ജോയിൻറ്റ് നമ്മൾ ചെയ്യണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത്. ഇനി കോമണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ജോയിൻറ്റുകൾ താഴെ പറയുന്നുണ്ട്. ഒന്ന് പിഗ് ടൈൽ ഓർ റാറ്റ് ടൈൽ ട്വിസ്റ്റഡ് ജോയിൻറ്റ്. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പിഗ് ടൈൽ ഓർ റാറ്റ് ടൈൽ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ജോയിൻറ്റ്, ഇത് മൂന്നും അതിന് പറയും. നമ്മൾ റാറ്റ് ടൈൽ ജോയിൻറ്റ് എന്നുള്ള പേരിലാണ് ചെയ്തത്. ഇനി മാരീഡ് ജോയിൻറ്റ്, ടീ ജോയിൻറ്റ്, ബ്രിട്ടാനിയ സ്ട്രൈറ്റ് ആൻഡ് ടീ ജോയിൻറ്റ്, പിന്നെ വെസ്റ്റേൺ യൂണിയൻ ജോയിൻറ്റ്, പിന്നെ സ്കാഫ്ഡ് ജോയിൻറ്റ്, ടാപ്പ് ജോയിൻറ്റ് ഇൻ സിംഗിൾ സ്റ്റാൻഡ് കണ്ടക്ടർ. ഇങ്ങനെ പല വിധത്തിലുള്ള ജോയിൻറ്റുകളുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിഗ് ടൈൽ ജോയിൻറ്റ് അല്ലെങ്കിൽ റാറ്റ് ടൈൽ ജോയിൻറ്റ്, ട്വിസ്റ്റഡ് ജോയിൻറ്റ് ഈ കാണുന്നതാണ്. പേര് ആണ് ഓർത്ത് വെക്കേണ്ടത്. റാറ്റ് ടൈൽ അല്ലെങ്കിൽ പിഗ് ടൈൽ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ജോയിൻറ്റ്, ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് വന്നേക്കാം. ഇത് മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് കൂടുതലില്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ്. ജംഗ്ഷൻ ബോക്സിൽ
അല്ലെങ്കിൽ കോണ്ടിവിറ്റി ആക്സസറീസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ജോയിൻ്റാണ് പിക്ടെയിൽ ജോയിൻറ്റ്. കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലായിട്ടുണ്ടാവും, പക്ഷേ മെക്കാനിക്കൽ സ്ട്രോങ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത മാരീഡ് ജോയിൻറ്റ്. മാരീഡ് ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്ലേസ് വേർ പ്രീസിബിൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് റിക്വയർഡ്. നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലായിട്ട് വേണ്ട സ്ഥലങ്ങളിൽ ഈ മാരീഡ് ജോയിൻറ്റ് ഉപയോഗിക്കുന്നു. എലോങ് വിത്ത് കോമ്പാക്ട്നെസ്, കാണാനും വളരെ കോമ്പാക്ട്നെസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ ടി ജോയിൻറ്റ് ഒക്കെ നമുക്കറിയാവുന്നതാണ്. ടി ജോയിൻറ്റ് ഉപയോഗിക്കുന്നത് യൂസിൻ്റെ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈനിലാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജീസ് ടു ബി ടാപ്ഡ് ഫോർ സർവീസ് കണക്ഷൻ, സർവീസ് കണക്ഷനും വേണ്ടി ഇലക്ട്രിക്കൽ വയർ ടാപ്പ് ചെയ്യാനും വേണ്ടി ഈ ജോയിൻറ്റ് ഉപയോഗിക്കുന്നു. ബ്രിട്ടാനിയ സ്ട്രൈറ്റ് ജോയിൻറ്റ്, ഈ ജോയിൻറ്റ് ഉപയോഗിക്കുന്നത് ഓവർ ഹെഡ് ലൈനിലാണ്. കൺസിഡറബിളി ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് റിക്വയർഡ്, ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഈ ജോയിൻറ്റ് ഉപയോഗിക്കുന്നു. പിന്നെ ബ്രിട്ടാനിയ ടി ജോയിൻറ്റ്, ഇതും ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഓവർ ഹെഡ് ലൈനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി പെർപെൻഡിക്കുലർ ടു സർവീസ് ലൈൻ, സർവീസ് ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക്കൽ ടാപ്പിംഗ് എടുക്കാനും വേണ്ടിയാണ് ഈ ജോയിൻറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ വെസ്റ്റേൺ യൂണിയൻ ജോയിൻറ്റ്, വെസ്റ്റേൺ യൂണിയൻ ജോയിൻറ്റ് രണ്ട് സ്ഥലത്തിലും സിംഗിൾ സ്റ്റാൻഡായിട്ടും അല്ലെങ്കിൽ ഓവർ ഹെഡ് ലൈനിൽ വയറിൻ്റെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യാനും വേണ്ടി ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ആൾസോ യൂസ് ടു ജോയിൻ ഈ സിംഗിൾ സ്റ്റാൻഡ്, എർത്ത് വയറുകൾ, എർത്ത് വയർ സിംഗിൾ സ്റ്റാൻഡ് ജോയിൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. വെസ്റ്റേൺ യൂണിയൻ ജോയിൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. സ്കാഫ്ഡ് ജോയിൻറ്റ്, ഇതും സിംഗിൾ സ്റ്റാൻഡ് ലാർജ് സിംഗിൾ കണ്ടക്ടർ ലാർജ് സൈസ് സിംഗിൾ സ്റ്റാൻഡ് കണ്ടക്ടർ ജോയിൻ ചെയ്യാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും, പിന്നെ കോമ്പാക്ട്നെസ് ഉണ്ടാണ്. ഇത് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെത്തിയിട്ട് ഇവിടെ ചെയ്യുന്ന രീതിയിലാണ്. ഇതിന് കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് കൊടുക്കാൻ പാടില്ല, മെക്കാനിക്കലി കൂടുതൽ കൊടുക്കാൻ പാടില്ല. എർത്ത് കണ്ടക്ടർ യൂസിന് ഇൻഡോർ വയറിങ്, ഇൻഡോർ വയറിങ്ങിൽ ഉപയോഗിക്കുന്ന എർത്ത് കണ്ടക്ടറൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് പറയണത്. ഇനി അടുത്ത ടാപ്പ് ജോയിൻറ്റിന് സിംഗിൾ സ്റ്റാൻഡ് കണ്ടക്ടർ ഓഫ് ഡയമീറ്റർ 2 mm ഓർ ലെസ്, ഡയമീറ്റർ 2 mm വരെയുള്ള അല്ലെങ്കിൽ അതിന് കുറവുള്ള സിംഗിൾ സ്റ്റാൻഡ് കണ്ടക്ടർ ഉപയോഗിച്ചിട്ട് ടാപ്പ് ജോയിൻറ്റുകൾ, അത് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത് പ്ലെയിൻ ടാപ്പ് ജോയിൻറ്റ്, പിന്നെ ഏരിയൽ ടാപ്പ് ജോയിൻറ്റ്, നോട്ടർ ടാപ്പ് ജോയിൻറ്റ്, ഒരു കെട്ടുള്ള ഇതിൻ്റെ ക്രോസ്, ഡബിൾ, ഡ്യൂപ്ലക്സ്, ഇങ്ങനെ ടാപ്പ് ജോയിൻറ്റുകളുണ്ട്. അതെന്താണെന്നുള്ളത് ഒന്ന് വളരെ ചെറിയ തോതിലൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പ്ലെയിൻ ടാപ്പ് ജോയിൻ്റാണ് ഈ കാണുന്നത്. ഈ ജോയിൻറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ജോയിൻ്റാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ജോയിൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു സോൾഡറിങ് കൂടി ചെയ്താൽ കൂടുതൽ ഇത് കിട്ടാനും വേണ്ടി ഇതിൻ്റെ മുകളിൽ സോൾഡറിങ് കൂടി ചെയ്യുന്ന രീതി പ്ലെയിൻ ടാപ്പ് ജോയിൻ്റാണിത്. ഏരിയൽ ടാപ്പ് ജോയിൻറ്റ്, ഈ ഏരിയൽ ടാപ്പ് ജോയിൻറ്റ് നമ്മുടെ നിമിയുടെ ബുക്കിൽ പറയണത് ഈ ജോയിൻറ്റ് ഉപയോഗിക്കണം നടക്കാൻ മൂവ്മെൻറ്റ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഈ സ്ഥലം മാറ്റാൻ പറ്റും. വിത്ത് സോൾഡറിങ് ഫോർ ദിസ് പർപ്പസ്, ഈ പർപ്പസിൽ എന്ത് ചെയ്യില്ല, സോൾഡർ ചെയ്യില്ല. സോൾഡർ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ പൊസിഷൻ നമുക്ക് മൂവ്മെൻറ്റിലൂടെ മാറ്റാൻ പറ്റും. ഈ ജോയിൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ലോ കറണ്ട് സർക്യൂട്ടിൽ മാത്രമാണ് ഈ ജോയിൻറ്റ് ഉപയോഗിക്കുന്നത്. ഇതെന്താണ് പ്ലെയിൻ ടാപ്പ് ജോയിൻറ്റ് പോലെ തന്നെയാണ്. ഇത് മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇത് മൂവ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. മെയിൻ വയറിൻ്റെ മുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഏരിയൽ ടാപ്പ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത. പിന്നെ നോട്ടഡ് ടാപ്പ് ജോയിൻറ്റ്, നോട്ടഡ് ടാപ്പ് ജോയിൻറ്റ് ഒരു കെട്ട് ഇവിടെ ഉണ്ടല്ലേ, ഒരു കെട്ട് ഇവിടെ വരുന്ന രീതിയിൽ ഇതിലെങ്ങനെ ഇങ്ങോട്ടാണ് ഇത് ചെയ്യുന്നത്. ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതൽ വേണ്ട സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നോട്ടഡ് ടാപ്പ് ജോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഡ്യുപ്ലക്സ് ക്രോസ് ടാപ്പ് ജോയിൻറ്റ്, ഇവിടെ ക്രോസ് ടാപ്പ് ജോയിൻ്റാണ്. ഡബിൾ ട്വിസ്റ്റ്, ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് വയറുകൾ ക്രോസ് ആയിട്ട്, രണ്ട് വയറുകൾ, ഇത് നേരെ പോകുന്ന വയറിൽ ക്രോസ് ആയിട്ട് രണ്ട് വയറുകൾ എടുക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരേ സമയത്ത് രണ്ട് വയറുകൾ ടാപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ, ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഡബിൾ ക്രോസ് ടാപ്പ് ജോയിൻറ്റ്, രണ്ട്
രണ്ട് പ്ലെയിൻ ടാപ്പ് ജോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, പ്ലെയിൻ ടാപ്പ് ജോയിൻ്റ് ഇത് മാത്രമാണ് പ്ലെയിൻ ടാപ്പ് ജോയിൻ്റ് നമ്മൾ പറഞ്ഞത്. രണ്ട് പ്ലെയിൻ ടാപ്പ് ജോയിൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വന്നതാണ്. ഇങ്ങനെ കുറേ ജോയിൻറ്റുകൾ. ഇനി എന്താണ് ആ ജോയിൻറ്റുകളെ പറ്റി ഓരോന്നും എവിടെ ഉപയോഗിക്കുക എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് കേബിളിൻ്റെ എൻഡ് ടെർമിനേഷൻ. കേബിളിൻ്റെ എൻഡുകൾ ഇവിടുത്തെ ഒരു കേബിൾ വരികയാണ്, അതിൻ്റെ എൻഡുകൾ നമുക്ക് ടെർമിനേഷൻ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഇനി പറയുന്നത്. നെസസിറ്റി ഓഫ് ടെർമിനേഷൻ. എന്താ ഇപ്പോൾ ഇങ്ങനെ ടെർമിനേഷൻ? ഇവിടെ ഇപ്പോൾ ഒരു വയറുകൾ വരുന്നുണ്ട്, അത് ഇവിടെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, അതും ഇവിടെ പല ടൈപ്പ് ടെർമിനേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ടെർമിനേഷൻ്റെ ആവശ്യകത എന്താണ്? കേബിൾ ആർ ടെർമിനേറ്റഡ് ഇൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസിലേക്ക് നമ്മൾ കേബിൾ കൊടുക്കുമ്പോൾ അവിടെ ടെർമിനേറ്റ് ചെയ്യണം. അതുപോലെ ആക്സസറീസ്, എക്യുപ്മെൻറ്റ്, ഇതിലൊക്കെ ടെർമിനേറ്റ് ചെയ്യണം. എന്തിന്? പ്രൊവൈഡിങ് ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടാനും വേണ്ടിയാണ് ഇത് ടെർമിനേറ്റ്. കറക്റ്റ് ടെർമിനേഷൻ ഉണ്ടാവണം. ഈ എല്ലാ ടെർമിനേഷനും ഉണ്ടാക്കുന്നത് ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേണം. ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കിട്ടാനും വേണ്ടിയാണ് ടെർമിനേഷൻ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയ്ഡ് ഇൻ സച്ച് എ മാനർ ആസ് ടു പ്രിവെൻറ്റ് കോണ്ടാക്ട് വിത്ത് അതർ മെറ്റാലിക് പാർട്ട് ആൻഡ് അതർ കേബിൾസ്. ഇവിടെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഇവിടെ മെറ്റാലിക് പാർട്ടുകളുണ്ട്, അതുമായിട്ട് ഈ വയർ ടച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ രണ്ട് വയറുകൾ തമ്മിൽ എന്തുണ്ടാകാൻ പാടില്ല, ടച്ച് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ടെർമിനേഷൻ നമ്മൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ടെർമിനേഷനിൽ ലൂസ് കണക്ഷൻ ഉണ്ടായാൽ അതിലൊരു കേബിളിൽ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാൻ, അതേപോലെ പ്ലഗിൽ, അതുപോലെ അതർ കണക്റ്റിംഗ് പോയിൻറ്റുകളിലൊക്കെ ഓവർ ഹീറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഹയർ റെസിസ്റ്റൻസ് ഓഫ് ദീസ് ഈ ടെർമിനേഷനിൽ റെസിസ്റ്റൻസ് കൂടുതലായിട്ട്, കറക്റ്റ് ലൂസ് ടെർമിനേഷൻ ആകുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ അവിടെ ഓവർ ഹീറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഈ എക്സസ് ഹീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അത് ഫയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ റോങ് ടെർമിനേഷൻ. റോങ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് ഓർ എക്സ്റ്റെൻഡ് കണ്ടക്ടർ ടച്ചിങ്. നമ്മൾ ടെർമിനേഷൻ ചെയ്യുമ്പം കൂടുതൽ വയർ അവിടെ ഒഴിവാക്കിയിട്ടിട്ട് അത് മെറ്റാലിക് പാർട്ടിലോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിലെ മെറ്റാലിക് പാർട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പരസ്പരം വയറുകൾ തമ്മിലോ ടച്ച് ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ ഷോക്ക്, നമ്മളത് ആ മെറ്റാലിക് പാർട്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ആ എക്യുപ്മെൻറ്റിനെ നമ്മളൊരു പേഴ്സൺ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകാനുള്ള, ടെർമിനേഷൻ ശരിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടെർമിനലിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്ന, നമ്മൾ വയർ കണക്ട് ചെയ്തു, അതിൽ നിന്നും ആ ടെർമിനലിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വയർ വേറൊരു വയറിൽ ടച്ച് ചെയ്തിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ കറക്റ്റ് ടെർമിനേഷൻ ചെയ്യൽ അത്യാവശ്യമാണെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ഷോക്ക് അടിക്കാതിരിക്കാൻ, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാതിരിക്കാൻ, പിന്നെ ലൂസ് കോണ്ടാക്റ്റ് വഴി ഓവർ ഹീറ്റിംഗ് ഇല്ലാതിരിക്കാനൊക്കെ ടെർമിനേഷൻ കറക്റ്റ് ആണെന്നുള്ളത് നിർബന്ധമാണ്. ടൈപ്സ് ഓഫ് ടെർമിനേഷൻ, ഏതൊക്കെ ടൈപ്പ് ടെർമിനേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇൻസേർട്ട് സ്ക്രൂഡ് സെറ്റിംഗ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ഒരു കണ്ടക്ടർ ഒരു ടെർമിനൽ ബ്ലോക്കിൽ ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ ടെർമിനൽ ബ്ലോക്കിൽ ഇതേ മുകളിൽ ഇതാണ് കണ്ടക്ടർ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വാഷർ, അതേപോലെ തന്നെ വാഷറും സ്ക്രൂവും ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻസേർട്ട് സ്ക്രൂ സെറ്റിംഗ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രൂ ഓൺ ടെർമിനൽ വിത്ത് ലൂപ്പ് ഓർ റിംഗ് കണ്ടക്ടർ. ലൂപ്പ് ചെയ്തിട്ട് ഈ കണ്ടക്ടറിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിംഗ് മോഡൽ അല്ലെങ്കിൽ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ക്രൂവിൽ കൊടുത്ത് അത് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ ലൂപ്പ് ഈസ് ഫോംഡ് ക്ലോക്ക് വൈസ്. എപ്പോഴും ഉണ്ടാക്കേണ്ടത് ക്ലോക്ക് വൈസിലാണ്. കാരണം ക്ലോക്ക് വൈസിലാണ് നമ്മൾ ടൈറ്റ് ചെയ്യുക. ഇതെപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കേണ്ടത് ക്ലോക്ക് വൈസിലാണ്. ക്ലോക്ക് വൈസിലാകുമ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ടൈറ്റ് ആവുകയാണ് ചെയ്യുക. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഇത് നേരെ തിരിച്ച് എങ്ങോട്ടാണ് കൊടുക്കുന്നത്, ടൈറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാക്കിയ ലൂപ്പ് ലൂസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്ക്രൂ അതിനനുസരിച്ചുള്ള മാച്ചായ സ്ക്രൂ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഇത് കൊടുക്കാം. ലൂപ്പ് ഇൻസേർട്ട് ഇൻ ദ സ്ക്രൂ ആൻഡ് ടൈറ്റൻഡ്.
നമ്മൾ സ്ക്രൂവിന് ഭാഗമായിട്ടുള്ളൊരു ലൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ടത് സ്ക്രൂവിൻ്റെ അതിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടക്ടർ ആണെങ്കിൽ ഇതിപ്പോൾ കാണിച്ചത് സിംഗിൾ സ്റ്റാൻഡാണ്. ഇനി സ്റ്റാൻഡേർഡ് കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ ആദ്യം കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് സോൾഡർ ചെയ്താൽ, ആ സ്റ്റാൻഡേർഡ് കണ്ടക്ടർ ഒന്ന് സോൾഡർ ചെയ്താൽ നമുക്ക് ഉഷാറായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി എന്താണ്, നമ്മളൊരു പ്ലഗ് സോക്കറ്റിൽ നമ്മളൊരു എൻഡ് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ലൈന്, ന്യൂട്രൽ, എർത്ത് ടെർമിനൽ മസ്റ്റ് ബി പ്രോപ്പർലി ഐഡൻറ്റിഫൈഡ് ബൈ മേക്കിംഗ് ഓൺ ദം. ഇവിടെ നോക്കുക, ഗ്രീൻ കളറാണ് ഇവിടെ എർത്തിൽ ഗ്രീൻ കളറാണ് കൊടുത്തത്, ബ്ലാക്ക് കളർ കേബിള് ന്യൂട്രലിനാണ് കൊടുത്തത്. ഇവിടെ റെഡ് കളറ് കേബിള് ലൈനും വലത്തെ ഭാഗത്താണ് സാധാരണയിൽ ഫേസ് വയർ വരിക, ഇടത്തെ ഭാഗത്ത് ന്യൂട്രലും മുകളിൽ എർത്തുമാണ് വരിക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എന്താണ് എൻഡ് കണക്ഷൻ പുറത്തേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ പരിശീലിക്കണം. ഇനി നോക്കാം, അടുത്ത മൂന്നാമത്തായിട്ട് ക്രിമ്പ് കണക്ഷൻ. ക്രിമ്പിങ്, എന്താണ് ക്രിമ്പിങ്? ദിസ് ടൈപ്പ് ഓഫ് കണക്ഷൻ ദി കണ്ടക്ടർ ഇൻസേർട്ടഡ് ഇൻ ടു എ ക്രിമ്പ് ടെർമിനൽ. കണ്ടക്ടർ എന്ത് ചെയ്യുക, ഇതാണ് ക്രിമ്പ് ടെർമിനൽ. പല ടൈപ്പ് ക്രിമ്പ് ടെർമിനൽ നമുക്ക് കിട്ടും. ഇത് വരുന്നതാണ് കണ്ടക്ടർ. ആ കണ്ടക്ടർ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഇവിടെ ഇൻസേർട്ട് ചെയ്തതാണിത്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്രിമ്പ് ചെയ്യുക വിത്ത് എ ക്രിമ്പിങ് ടൂൾ. ഇതാണ് ക്രിമ്പിങ് ടൂൾ. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അമർത്തുക. ഈ ക്രിമ്പിങ് ടൂളിൻ്റെ സൈഡ് വെച്ചിട്ട് ഇവിടെ അമർത്തിയിട്ട് എന്ത് ചെയ്യുക, ക്രിമ്പ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിമ്പ് ചെയ്തിട്ട് മൂന്നാമത് ക്രിമ്പ് ചെയ്യാം. അപ്പോൾ സ്ക്രൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ക്രിമ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടെർമിനൽ കണക്ഷൻ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും വയറിനെ. ഇവിടെ ഇത് കൊടുത്ത് നോക്കുക. ഇൻ ക്രിമ്പ് കംപ്രഷൻ ഫിറ്റിംഗ് എ റിംഗ് ടോങ്ങർ ടെർമിനേഷൻ ഈസ് ടു ബി കംപ്രസ്ഡ് ടു ദി ബേഡ് എൻഡ് ഓഫ് ആൻഡ് ഇൻസുലേറ്റഡ് മൾട്ടി സ്റ്റാൻഡ് കേബിൾ. ഇവിടെ മൾട്ടി സ്റ്റാൻഡ് കേബിളാണ്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തുക ആദ്യം. എന്നിട്ട് യാർഡ് ടെർമിനൽ ഇങ്ങോട്ട് ഇത് ഇവിടെ ഇൻസുലേറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ കണ്ടക്ടറിനെ ഇൻസുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തുക. എന്നിട്ട് സെലക്ട് ചെയ്യുക ഏതാണ് കറക്റ്റായിട്ടുള്ള, ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ജോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഈ സ്ഥലത്ത് നമ്മൾ അമർത്തുക. കംപ്രസ് ടെർമിനൽ വൺസ്, ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക, കംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത്. ഇതിനെ ഈ പ്രോസസ് ഈസ് കാൾഡ് ക്രിമ്പിങ്. ഈ പ്രോസസ്സ് നമ്മൾ ക്രിമ്പിംഗ് എന്നാണ് പറയുക. അതിന് ഉപയോഗിക്കുന്ന ടൂളിനെ കാൾഡ് ക്രിമ്പിംഗ് പ്ലയർ അല്ലെങ്കിൽ ക്രിമ്പിംഗ് ടൂൾ എന്നാണ് ഇതിനെ പറയുക. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ചൂസ് എ ക്രിമ്പ് ടെർമിനൽ ദാറ്റ് മാച്ചസ് ദി കണ്ടക്ടർ ഡയമീറ്റർ ആൻഡ് ദി ഡയമെൻഷൻ ഓഫ് ദി കണക്റ്റിംഗ് സ്ക്രൂ ടെർമിനൽ. നമ്മൾ ക്രിമ്പ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ക്രിമ്പ് ടെർമിനൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതാണ് ക്രിമ്പ് ടെർമിനൽ. അത് ഉപയോഗിക്കണം എന്ത് ചെയ്യണം, നമ്മളെ വയറിൻ്റെ ഡയമെൻഷനായിട്ട് മാച്ച് ചെയ്യുന്ന ക്രിമ്പിംഗ് ടെർമിനൽ നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഇത് എന്താ ചെയ്യണം, സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രൂവിൻ്റെ ടെർമിനലിനും മാച്ച് ആവണം. അതുപോലെ തന്നെ നമ്മുടെ വയറിനും മാച്ചാണ് ക്രിമ്പിംഗ് ടെർമിനലാണ്. ക്രിമ്പിംഗ് ലെഗ് അല്ലെങ്കിൽ ക്രിമ്പിംഗ് ടെർമിനൽ എന്നൊക്കെ ഇതിനെ പറയും, ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇത് ചെയ്യുമ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 1 mm വയർ ഇവിടെ പുറത്തേക്ക് 1 mm ഓഫ് വയർ പ്രൊട്രൂഡ് ഇവിടെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ ക്രിമ്പ് ചെയ്യുക. ക്രിമ്പിങ്ങിലേക്ക് കാണുന്നത് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഗ്യാപ്പ് ചെറിയൊരു 1 mm ഇൻസുലേഷൻ്റെ തൊട്ടടുത്തല്ല 1 mm ഗ്യാപ്പ് ഇവിടെയും വേണം കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കുക, ക്രിമ്പിങ് ഇത് വേറൊരു സൈസ് ക്രിമ്പിംഗ് ടൂളാണ്. എന്താണ്, ജോ മൂവ് ടുഗദർ. ഹെഡ് ഇത് ജോ ആണ്, ഇത് ഹെഡാണ്. ഈ ഹെഡ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ഹെഡുകൾ നമുക്ക് കിട്ടും. അതിന് വേണമെങ്കിൽ മാറ്റിയിടാം. ജോ ഫോർ ഡിഫറെൻറ്റ് ഹോൾസ് ഫോർ S1 ആൻഡ് S2. ഈ S1 S2 എന്നുള്ളത് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഇതെന്ത് ചെയ്യണം, നമ്മൾ ക്രിമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത് അമർത്തണം. ഇത് പിടിച്ചമർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം ഇവിടെ സാധനം വെച്ചിട്ട് പിടിച്ചമർത്തുക. ക്രിമ്പിങ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അമർത്തിയിട്ട് ഇങ്ങോട്ട് റിലീസ് ചെയ്യാനും വേണ്ടി ഒന്നും കൂടി അമർത്തി ഇങ്ങോട്ട് എടുക്കുക. ഇതിൻ്റെ ഹെഡ് ആൻഡ് ജോ മേ ബി റിമൂവ്ഡ്. നമുക്ക് ഹെഡും ജോയും നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്തിട്ട് വേറെ ഹെഡും ജോയും ഇടാൻ പറ്റും. ബൈ അൺസ്ക്രൂസിങ് ദി സ്ക്രൂ S1 ആൻഡ് S2. ഈ 2 സ്ക്രൂകൾ നമുക്ക് അയച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഹെഡും ജോയും മാറ്റിയിട്ട് വേറെ വേണ്ട ഹെഡ് വിത്ത് ഡിഫറെൻറ്റ് ഷേപ്പ്ഡ് ആൻഡ് ജോ മേ ദെൻ സെക്യൂർ ടു ദി ടൂള്. വേറെ എന്താണ് ഹെഡും
അതേപോലെ തന്നെ ജോകളും നമുക്ക് മാറ്റിയിടാൻ പറ്റും. ഷേപ്പ് ഓഫ് ദ ജോ ഡിറ്റർമൈൻ ദി ഷേപ്പ് ഓഫ് ദി ക്രിമ്പ്. ആ ക്രിമ്പിങ് പിന്നെ സോക്കറ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ജോ മാറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ ക്രിമ്പിങ് ടൂളും ഉണ്ട്. പിന്നെന്തുണ്ട്, ഹൈഡ്രോളിക് ക്രിമ്പിങ് ടൂളും നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നത് 16-250 mm ഹൈഡ്രോളിക് ക്രിമ്പിങ് ടൂളാണ്. ഇവിടെ വെച്ചിട്ട് ഇത് അമർത്തിയാൽ ഇത് ഹൈഡ്രോളിക് ഇതിലാണ് വർക്ക് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നോക്കാം, പല ടൈപ്പ് ക്രിമ്പിങ് സോക്കറ്റുകളുണ്ട്. ക്രിമ്പിങ് ലെഗ് അല്ലെങ്കിൽ ക്രിമ്പിങ് സോക്കറ്റുകൾ പല ടൈപ്പ് എന്നാണ്. ക്രിമ്പിങ് കണക്ടർ നോർമലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ് ടൈം. ദേ ആർ റിങ്. ഇത് നോക്കുക, റിങ് ടൈപ്പാണ്. അതേപോലെ തന്നെ റെക്റ്റാങ്കുലർ ടൈപ്പ് ഉണ്ട്. പിന്നെ സ്പെയ്ഡ്. ഇതിൽ സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്പെയ്ഡ് ടൈപ്പാണ്. സ്പെയ്ഡ്, പിന്നെ ഫ്ലാഞ്ചഡ് സ്പെയ്ഡ്, അങ്ങനെ പല ടൈപ്പ് നമുക്ക് കിട്ടും. റിംഗ് ആൻഡ് റെക്ടാങ്കുലർ ടെർമിനൽ ആർ നോട്ട് ഇൻറ്റൻഡ് ഫോർ ഫ്രീക്വൻറ്റ് റിമൂവൽ ടു ഡിസ്കണക്ട് ദി ടെർമിനൽ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ടെർമിനൽ പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അഴിക്കണം വീണ്ടും കൊടുക്കണം എന്നുള്ള രീതിയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിങ്ങോ റെക്ടാങ്കുലർ ടെർമിനലോ ഉപയോഗിക്കില്ല. ഇത് പെർമനൻ്റ് ആയിട്ട് അവിടെ കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ റിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുള്ളൂ. റിങ് ആൻഡ് ഈ ടൈപ്പ് എന്ത് ചെയ്യില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്ന ടെർമിനലിൽ നമ്മളിത് ഉപയോഗിക്കില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പിന്നെ സ്പെയ്ഡ് ടെർമിനൽ ഇങ്ങനത്തെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഊരണമെങ്കിൽ ഇതെന്ത് ചെയ്താൽ മതി, സ്ക്രൂവിനിടയിലേക്ക് നമുക്ക് ഇങ്ങോട്ട് തിരികെ വെച്ചാൽ മതി. ഈ ടൈപ്പാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ട് ചെയ്യുന്ന ടെർമിനലിൽ നമ്മൾ ഉപയോഗിക്കുക. സ്പെയ്ഡ് അല്ലെങ്കിൽ ഫ്ലാഞ്ചഡ് സ്പെയ്ഡ് ടെർമിനലായിരിക്കും ഉപയോഗിക്കുക. അത് സ്ക്രൂ എന്താണ് അഴിക്കേണ്ട കാര്യമില്ല, സ്ക്രൂ അഴിച്ച് പിന്നെ എടുക്കേണ്ട കാര്യമില്ല. സ്ക്രൂ ഒന്ന് പിന്നെ ടൈറ്റുള്ളതൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വലിച്ചെടുക്കാം. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ റിങ് ആൻഡ് റെക്ടാങ്കുലറും എന്താണ് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ട സമയങ്ങളിൽ സ്പെയ്ഡ് അല്ലെങ്കിൽ എന്താണ് ഫ്ലാഞ്ചഡ് സ്പെയ്ഡൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. പല ടൈപ്പ് ഒരു റിങ്ങാണ് അത്, പിന്നെ സ്പെയ്ഡ്, പല ടൈപ്പ് സാധനങ്ങൾ നമുക്ക് ക്രിമ്പിങ് ടെർമിനൽ അല്ലെങ്കിൽ ക്രിമ്പിങ് ലെഗ് എന്നൊക്കെ ഇതിനെ പറയും. ഇതൊക്കെ എങ്ങനെ ക്രിമ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നോക്കുക, ഒരു വയർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അറ്റം നമ്മൾ പിന്നെ ഇൻസുലേഷൻ കളയുക, അത് സ്ട്രിപ്പ് ചെയ്ത് കളയുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ട്വിസ്റ്റ് ചെയ്യുക, അവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്യൂട്ടബിളായ ഒരു ക്രിമ്പിങ് ടെർമിനൽ അല്ലെങ്കിൽ ക്രിമ്പിങ് ലെഗ്, നമുക്ക് സ്യൂട്ടബിളായൊരു ക്രിമ്പിങ് ടെർമിനൽ അല്ലെങ്കിൽ ക്രിമ്പിങ് ലെഗ് നമ്മൾ ഇതിന് സ്യൂട്ടബിളായി എടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് പുറത്തേക്ക് വരണം, എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിമ്പിങ് പിന്നെ ടൂൾ എടുക്കുക. ക്രിമ്പിങ് ടൂളിൽ എല്ലാം അടയാളപ്പെടുത്തിയിരിക്കും. ഇവിടെ ഏത് ടൈപ്പ് പിന്നെ ഇൻസുലേഷനുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഇപ്പുറത്ത് എത്ര ക്രിമ്പിങ് പിന്നെ ലെഗിൻ്റെ സൈസ്, ഏത് സൈസുള്ളത് എവിടെ വെച്ചിട്ട് ക്രിമ്പ് ചെയ്യണം എന്നുള്ളത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് അമർത്തുക, സ്ക്യൂസ് ചെയ്യുക, ഇത് പിടിച്ചിട്ട് അമർത്തുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇത് ഇങ്ങനെയാണ് നമ്മൾ ക്രിമ്പിങ് ചെയ്യുക. അപ്പോൾ ക്രിമ്പ് ചെയ്യണത് നമുക്ക് പല ടൈപ്പ് നമ്മൾ മനസ്സിലാക്കി. ഇനി അഡ്വാൻറ്റേജ് ഓഫ് ക്രിമ്പിങ് ടെർമിനൽ എന്താ, അപ്പോൾ ഇങ്ങനെ ക്രിമ്പ് ചെയ്താൽ മറ്റുള്ള ടൈപ്പിനേക്കാൾ ക്രിമ്പിങ്ങിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് എ പ്രോപ്പർലി മെയ്ഡ് ക്രിമ്പ് ഈസ് ബെറ്റർ ഇൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. ശരിക്കും നമ്മൾ ക്രിമ്പ് ചെയ്താൽ അതിനെന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതേപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. പിന്നെ എന്താണ് ലെസ് കോസ്റ്റ്ലി, വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലാണ് നമുക്കിത് ക്രിമ്പ് ചെയ്യാൻ പറ്റും. ദ സെയിം സൈസ് കേബിൾ ആർ ടു ബി ടെർമിനേറ്റഡ് ത്രൂ ലെഗ് കണക്ഷൻ. ദ ക്രിമ്പിംഗ് പ്രോസസ് ഈസ് ഫാസ്റ്റർ ദാൻ സോൾഡറിങ്. നമ്മൾ ഒരേ പിന്നെ കേബിള് സെയിം സൈസ് കേബിളുകൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണക്ടർ ഉപയോഗിച്ചിട്ട് അത് ക്രിമ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ജോയിൻ്റ് അടിക്കണതെങ്കിൽ അത് സോൾഡർ ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോൾഡറിങ്ങിനേക്കാൾ ഫാസ്റ്റായിട്ട് ക്രിമ്പിങ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രിമ്പിംഗ് ഓപ്പറേഷൻ ഷുവർലി നീഡ്സ് ഗുഡ് സ്കില്ല്. ക്രിമ്പിംഗ് ഓപ്പറേഷന് പിന്നെ ഷുവറായിട്ടും എന്ത് ചെയ്യണം, സ്കില്ല് വേണം. പക്ഷേ സോൾഡറിങ് ഓപ്പറേഷൻ നീഡ്സ് അഡ്വാൻസ്ഡ്, സോൾഡർ എന്ത് ചെയ്യണം,
അഡ്വാൻസ്ഡ് സ്കില്ല് വേണം സോൾഡർ ചെയ്യണമെങ്കിൽ. എന്നാൽ ക്രിമ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് നല്ലൊരു സ്കില്ലുണ്ടായാൽ മാത്രം മതി. മറ്റേ അഡ്വാൻസ്ഡ് സ്കില്ല് ഉണ്ടാവണം സോൾഡറിങ് ചെയ്യണമെങ്കിൽ. ഇനി ഹീറ്റ് ജനറേറ്റർ എന്ത് കണ്ടക്ടർ സംടൈംസ് മെൽറ്റ് ദി സോൾഡർ. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഡ് കൊടുത്ത് വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും, ഹീറ്റ് കൂടിയാൽ സോൾഡർ മെൽറ്റ് ചെയ്യും. എന്നാൽ എന്നിട്ട് എന്ത് ചെയ്യും, ഓപ്പൺ സർക്യൂട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. എന്നാൽ ക്രിംപ്ഡ് കണക്ഷൻ എന്ത് ചെയ്യില്ല, വിൽ നോട്ട് ഓപ്പൺ ദാറ്റ് ഈസിലി. ഇങ്ങനെ ചൂടായിട്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും ക്രിംപ്ഡ് കണക്ഷൻ ഓപ്പൺ ആവില്ല. അപ്പോൾ ക്രിംപിങ്ങിനെ പറ്റി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വയർ ജോയിൻറ്റുകൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത വയർ ജോയിൻറ്റുകൾ തന്നെയാണ്. അതിൻ്റെ യൂസുകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ടെർമിനേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ടെർമിനേഷൻ പഠിച്ചു. പിന്നെ ക്രിംപിങ് എങ്ങനെ ചെയ്യാം, അതിനുപയോഗിക്കുന്ന ക്രിംപിങ് ടൂള് അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇത് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.